2029 മുൻപ്, ഇനിയിപ്പം 5 വർഷം ഉദ്ദേശിക്കുന്നത് മോഡി ഇനി ഒരു മാസം കൂടി അധികാരത്തിൽ കയറി, ഒരു മാൻഡേറ്റും കൂടി അദ്ദേഹത്തിന് കിട്ടും. അപ്പം 2029 വരെ ആ 2029 മുമ്പ് തന്നെ കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും. അതിന് മുമ്പ് എന്താ ചെയ്യേണ്ടത്? കാശിയിലും മധുരയിലും ഇപ്പോഴുള്ള മസ്ജിദുകൾ ഇടിച്ചു പൊളിച്ചു കളയും. ഇതെല്ലാം ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളായിരുന്നു. ഈ പറഞ്ഞ 2 എണ്ണം അത് 2029 മുമ്പ് തന്നെ അതിൻ്റെ പണി കഴിക്കും. മസ്ജിദുകളുടെ പണി കഴിച്ച് മസ്ജിദുകളുടെ പണി തീർക്കും, അമ്പലത്തിൻ്റെ പണി പൂർത്തിയാക്കും. ഇങ്ങനെയാണ് പറയുക. അത് കഴിഞ്ഞ് ഒന്നൊന്നായിട്ട് കെട്ടുകയാണ് ആയിരക്കണക്കിന്. ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഹരിശങ്കർ ജെയിൻ ഒരു അഡ്വക്കേറ്റാണ്. ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഒന്നൊന്നായിട്ട് ഞങ്ങൾ തിരിച്ചു പിടിക്കും. ലക്നൌവിൽ നിന്നാണ് റിപ്പോർട്ട്. കാശിയിലും മധുരയിലും 2029 മഹാക്ഷേത്രങ്ങൾ നിർമ്മിക്കും എന്ന അഭിഭാഷകനും നേതാവുമായിട്ടുള്ള ഹരിശങ്കർ ജെയിൻ. ഹൈന്ദവ വികാരം രൂക്ഷമാണ്, രൂക്ഷതരമാണ്, രൂക്ഷതമമാണ്. അതെല്ലാവർക്കും അറിയാം. മറ്റുള്ളവരുടെ വികാരത്തിനിപ്പോൾ പ്രാധാന്യമില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ ഈ വികാരം രൂക്ഷമായിരിക്കുന്ന സമയത്ത് വേണം പൂശാൻ, പള്ളികൾ ഓരോന്നൊന്നായിട്ട് പൂശാൻ. എന്നിട്ട് ആ തകർന്ന സ്ഥലത്ത് അമ്പലം പണിയാൻ, ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ വാബി കേസിൽ സുപ്രീം കോടതിയിൽ ഹിന്ദു പക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകനാണ് ഹരിശങ്കർ. ഇപ്പോൾ അവിടെ തീരുമാനമായിട്ടുണ്ട്. ഞാൻ വാബി പള്ളി, അതിനടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു, തൂണുകൾ ക്ഷേത്രത്തിൻ്റെതായിരുന്നു, വിഗ്രഹങ്ങളുണ്ടായിരുന്നു, എല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെന്ന റിപ്പോർട്ട്. ഇപ്പം കഴിഞ്ഞല്ലോ, അതിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ. ഇനി അടുത്തത്, ഹിന്ദു വികാരം അക്രമാസക്തമാകാതെ തണുപ്പിക്കുകയാണ് RSS ചെയ്യുന്നത്. ശരി വരുന്നുണ്ടോ നിങ്ങൾക്ക്? ഹിന്ദു വികാരം തണുപ്പിച്ച് അവരിൽ അക്രമ വാസന ഉണരാതെ സൂക്ഷിക്കുന്ന ഒരു സാത്വിക സംഘടനയാണ് RSS. RSS ഇല്ലായിരുന്നെങ്കിൽ ഹിന്ദുക്കൾ ഇളകി മറിഞ്ഞേനെ, പിടിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ RSS ഉള്ളത് കൊണ്ടാണ് ഹിന്ദുക്കൾ അടങ്ങി ഒതുങ്ങി രാമനാമവും ജപിച്ചു കഴിയുന്നത്. ഇന്ത്യയിൽ ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ട എല്ലാ ക്ഷേത്രങ്ങളും ഒന്നൊന്നായിട്ട് നിർമ്മിക്കും. അത് തകർന്നു പോയ അതേ രീതിയിൽ തന്നെ തിരിച്ചു വരും. കാശിയിലും മധുരയിലും ക്ഷേത്രപ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത് ഇനി തന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരു കേസാണ് ഇനിയുള്ളത്. ഞാൻ വാബി കേസാണ് ഇപ്പം നിലവിലുള്ളത്. ഇനി 16 കേസ് കൂടി അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടെന്നാണ് പറയുന്നത്. 16 സ്ഥലങ്ങളിൽ നിന്നായിട്ട് 16 പള്ളികൾ, ക്ഷേത്രം പൊളിച്ച് പള്ളി പണിതതിൻ്റെ 16 കേസുകൾ അങ്ങനെ കയ്യിലുണ്ട്. അതിൽ തുടർ നടപടി സ്വീകരിക്കും. ഇങ്ങനെ ഇപ്പം കാണുന്ന സമയത്ത്, ആ ഫോട്ടോ കാണുന്ന സമയത്ത് അങ്ങർക്ക് ഒരു 70 വയസ്സെങ്കിലും ഉണ്ടാവും. അപ്പം ഈ 16 കേസും തീർപ്പാക്കിയിട്ട് അവിടെ പള്ളിക്കും പണിത് അമ്പലക്കും പണിതിട്ടേ ഇങ്ങനെ പണ്ടാരടങ്ങളുള്ളൂ ചേട്ടാ ഇരിക്കുന്നത്. അപ്പോഴേ 150 വയസ്സാവും. ഏതായാലും ഈ 16 അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 16 കേസുകൾ, അതിന് തുടർ നടപടികൾ സ്വീകരിക്കും. RSSന്റെ അനുഗ്രഹം നമ്മളോടൊപ്പമുണ്ട്. ഈ രാജ്യത്ത് നടക്കുന്ന ഹൈന്ദവ മുന്നേറ്റം, ഹൈന്ദവ സുനാമി, അതിനെ തടയാൻ ലോകത്തിൽ ആരുമില്ല എന്നാണ് ഇപ്പം അങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2021 മുമ്പ് തന്നെ
മോഡി മൂന്നാമതും അധികാരത്തിൽ കയറി. ഇനി അടുത്ത ഈ ഇലക്ഷൻ വരാൻ പോകുന്ന അടുത്ത ഇലക്ഷൻ 2029 ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ മധുരയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും, കാശിയിലും ക്ഷേത്രങ്ങൾ നിർമ്മിക്കും. 2029 മുമ്പ് തന്നെ മോദിജി കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങളുടെ തറക്കല്ലിടവും ഇടലും ഉദ്ഘാടനവും നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല, വെറുതെ പറഞ്ഞാൽ വഴിയില്ല. ഒരു സാധാരണ ആളല്ലല്ലോ അദ്ദേഹം. അപ്പോൾ വെറുതെ പറഞ്ഞതാവും വഴിയില്ല. ആസൂത്രണം ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അവിടെ. ഏതായാലും നമുക്ക് ധീരതയുണ്ടെന്നും കാശിയും മധുരയും നമ്മൾ സത്യമാക്കി മാറ്റുമെന്നും അമ്പലത്തെ മൂടി നിൽക്കുന്ന മസ്ജിദുകൾ പൊളിച്ചു കളയുമെന്നും എങ്ങനെയാണ് അവിടെ അമ്പലം നിലനിന്നിരുന്നത് അതേപോലെ തന്നെ അമ്പലം പണിയുമെന്നൊക്കെ അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാദം അത് വിലപ്പെട്ടതാണ്, നല്ല വക്കീലാണ്. ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വാബി പള്ളിയുടെ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള വിധി വന്നത്. ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഉത്തരേന്ത്യയിൽ ഇപ്പം ഏറ്റവും നല്ല കാർഡ് ഇലക്ഷൻ കാർഡാണ്, തുരുപ്പ് ചീട്ടാണ് ഹിന്ദുമത വികാരം ഉണർത്തി വിടുക എന്നുള്ളത്. അത്രയേ ഉള്ളൂ അതിനകത്ത്. തുടക്കത്തിൽ പശുവിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നു, പിന്നീട് അമ്പലത്തിൻ്റെ കാര്യമായി മാറി. ഇപ്പോൾ ഒരമ്പലത്തിൻ്റെ കാര്യം ഇനി പറയാൻ പറ്റില്ല. ബാബരി മസ്ജിദിൽ അയോധ്യയിൽ പണിത അമ്പലത്തിൻ്റെ രാമക്ഷേത്രത്തിൻ്റെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ കാര്യം ഇനി പറയാൻ പറ്റില്ല, അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ഉയർത്തിയിട്ട് ജനങ്ങളെ പേടിപ്പിക്കാൻ പറ്റില്ലല്ലോ. മോഹൻലാലിൻ്റെ പടം വരുന്നു പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഊതി ഉറപ്പിച്ച പേര് കഴിഞ്ഞു. പല വാലിബന് സംഭവിച്ചത്. അപ്പം ഇനി അത് പറയാൻ പറ്റില്ല. അപ്പം എന്ത് വേണം? ഇനി അടുത്ത അതിന് കുണ്ടാമണ്ടി കൊണ്ടുവരണം. അപ്പോൾ ഓരോ ഇലക്ഷൻ വരുമ്പോഴും അതത് സ്ഥലങ്ങളിലുള്ള ഏതെങ്കിലും അമ്പലം അത് കണ്ടെത്തും, ഏതെങ്കിലും പള്ളി കണ്ടെത്തും, ആ പള്ളിയുടെ അടിയിൽ അമ്പലമുണ്ടെന്ന് കണ്ടെത്തും. പിന്നെ ഞങ്ങൾ പൊളിക്കുന്നതായി, പിന്നെ പൊളിക്കലായി, പിന്നെ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിൽ മുഴുവൻ കല്ലുകൾ കൊണ്ടുപോകലായി. അവസാനം അടുത്ത ഇലക്ഷൻ വരുമ്പോഴേക്കും ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ കാര്യങ്ങളേക്ക് സ്വരൂപിച്ചു കഴിഞ്ഞു, ആസൂത്രണം ചെയ്ത് കഴിഞ്ഞു. രാമക്ഷേത്രം കേന്ദ്രമായിട്ട് ആരോ പറഞ്ഞു ഇനി ഇന്ത്യയുടെ തലസ്ഥാനം അങ്ങോട്ട് മാറ്റാൻ പോകുന്നത്. അതും അത്ഭുതപ്പെടേണ്ട ആവശ്യമില്ല, ചിലപ്പോൾ അതും സംഭവിക്കും. ഏതായാലും രാമക്ഷേത്രത്തെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേയിലെ പ്രസംഗത്തിൽ വരെ അത് പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ലാതെ. ഇവരുടെ ഒരു കാസറ്റ് ഇറക്കിയിട്ടുണ്ട്, മുഴുവൻ രാമക്ഷേത്രത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്, മോഡിജിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. ആയതുകൊണ്ട് തന്നെ ഇതേപോലെ ഇപ്പോൾ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് ഹിന്ദു സമൂഹത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതേപോലെ തന്നെ ശങ്കടി പാടാൻ, അവരെ താളത്തിനൊത്ത് തുള്ളാൻ ഇപ്പുറത്തുണ്ടായ ഇന്ത്യ എന്ന് പറയുന്ന കോൺഫെഡറേഷൻ INDIA അത് വേണ്ടുന്ന ഒത്താശകൾ ചെയ്ത് കൊടുക്കണമുണ്ട്. തമ്മിലടിയാണ് അവിടെ. അപ്പം ആയതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ആരാ അധികാരത്തിൽ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ സൂര്യൻ ഉദിക്കും, സംശയമുണ്ടോ ആർക്കെങ്കിലും? അതുപോലെ തന്നെ അപ്പോഴത്തെ സ്ഥിതി. മോഡി അതിൻ്റെ പാരാ വരാൻ പോണേ. അപ്പോഴത്തെ അടിയും തല്ലുമല്ലേ, പ്രത്യാശയ്ക്ക് വകയില്ലാതെ പോയല്ലോ. അപ്പം ഇപ്പോഴത്തെ കാര്യം ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. ഇനി 29-ാം തീയതിയിലത്തെ ഇലക്ഷൻ, അതിന് പുതിയ എന്തെങ്കിലും കണ്ടെത്തണം. ആ പുതിയ കണ്ടെത്തലിൻ്റെ ആ പുതിയ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടുത്ത സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതാണ് മധുര, കാശി 2 സ്ഥലങ്ങൾ. അതാണ് ഹിന്ദുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന സുപ്രീം കോടതിയിൽ പ്രതിനിധീകരിക്കുന്ന ഹരിശങ്കർ ജെയിൻ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുള്ളത്. ഏകദേശം എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഇനി അതൊന്നും കാണാൻ പറ്റിയെന്ന് വരില്ല. ഈ ആഘോഷം കണ്ട പോലെ, ഇവിടെ നടന്ന കണ്ട പോലെ മോഡിയുടെ അപ്രമാദിത്വം,
അവിടെ നമ്മളുടെ ശ്രീ രവിശങ്കറയ്ക്ക് വന്ന് നിൽക്കണ കണ്ട കഷ്ടം തോന്നും. ഇടികൂടി ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ പോലെയാണ് ആ മുളവേലിയുടെ അപ്പുറത്ത് നിൽക്കുന്നത്. പുറകിൽ ആൾക്കാരും തള്ളുണ്ട്. രവിശങ്കർ പോലും അവിടെ വട്ടപൂജയായിട്ടാണ് നിൽക്കുന്നത്. ആ രീതിയിൽ അദ്ദേഹത്തെ തന്നെ ഉയർത്തുകയാണ് ചെയ്തത്. ഇന്നിപ്പോൾ കേരളത്തിലൊരാൾ പറഞ്ഞു മോഡി ദൈവമാകും. അതെന്നാണ് ദൈവമാകുക എന്ന് അറിയില്ല, അത് കണ്ടറിയണം. പക്ഷെ ഉറപ്പാണ് മോഡി ഒരു ദൈവമായിട്ട് മാറുമെന്ന്. ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രതിഷ്ഠകളെ നടത്തുന്നുള്ളൂ. ഇനി അദ്ദേഹം സ്വയം പ്രതിഷ്ഠിതനാകും. അതിനുള്ള സമയം അടുത്തടുത്ത് വരുന്നു. പോക്ക് കാണുമ്പോൾ അതൊക്കെയാണ് തോന്നുന്നത്. ഏതായാലും നമ്മൾക്കൊക്കെ ഗതി ഇത്ര മാത്രമേ ഉള്ളൂ. ഒന്നിനും മിണ്ടായിരിക്കുക. മിണ്ടുകയാണെങ്കിലോ ഇറാൻ മൂളികളായിട്ട് അത്രമാത്രം. അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ കൂടുക. വേറെ മാർഗമൊന്നുമില്ല. അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നത് ശരിയല്ലെന്ന് ഉറക്കെ പറഞ്ഞ് നല്ല അടി വാങ്ങിച്ച് കെട്ടുക തന്നെ. വേറെ മാർഗമൊന്നുമില്ല. ജയിലിൽ പോവുക, നല്ല അടി വാങ്ങിച്ച് കെട്ടുക. ജയിലിൽ പോയാൽ തിരിച്ചു വരുന്ന ഏത് കോലത്തിലാവും ഏത് രൂപത്തിലാവും എന്നറിയില്ല. ഇപ്പം ഒരാൾ കണ്ടു പോലീസുകാരടിച്ച് പല്ലു കുഴിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യ മാറിക്കഴിഞ്ഞു. പഴയ ഇന്ത്യ അല്ല. അതിന് തിരിച്ചു വരുമെന്ന് തോന്നുന്നുമില്ല അടുത്ത കാലത്തൊന്നും.